ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? ഹലോ, എല്ലാവരും എക്സാമിന്റെ ടെൻഷനിലാണ്. ഓക്കെ, എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ, ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയും ഒന്ന് പറയണം. എന്റെ പേര് മൈത്രേയ എന്നാണ്. ഞാൻ അഫാസ് വെൽസിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ 3rd ഇയേഴ്സിനാണ് ഹാൻഡിൽ ചെയ്യുന്ന പേപ്പേഴ്സ്. പിന്നെ ഞാൻ എടുക്കുന്ന എലക്ടീവ് മാനേജിങ് സ്ട്രെസ്സും പിന്നെ നമ്മുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഗവർണൻസും ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ മാനേജിങ് സ്ട്രെസ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും അതേപോലെ മാം ഓൾറെഡി ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഇട്ട് എന്നേക്കുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അത്രയും സമയം നമ്മൾ കളയണ്ടല്ലോ. അതല്ലാത്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, വീണ്ടും നമുക്ക് പറഞ്ഞുതരും. ഒരു ഡിസ്കഷൻ പോലെ എങ്ങനെ എഴുതണം, എത്രത്തോളം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമല്ലോ. അപ്പൊ അതെങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാം, എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയായിരുന്നു, ഞാൻ ഫുൾ ക്ലാസ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ പോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ ആണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സ്പീഡ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് പറയാനായിട്ട് പറഞ്ഞോളൂ കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോ നമ്മുടെ 8 യൂണിറ്റ് ആണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ തന്നെ നമുക്ക് എല്ലാം അറിയാം അല്ലെ. എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഫസ്റ്റ് വരുന്നുണ്ടാവുക ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയിരിക്കും. ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫ്രീ ക്ലാസിന്റെ വീഡിയോ മാം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പാർക്കിങ്ങിലും അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ അത് വീണ്ടും ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ, ആ യൂട്യൂബ് ലിങ്ക്. അപ്പൊ യൂണിറ്റ് 1 നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്ട്രെസ്, അതേപോലെ എന്താണ് ഈ സോഴ്സസ് ഓഫ് സ്ട്രെസ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്. നമുക്കറിയാലേ, നമുക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രെസ് ഒക്കെ അടിച്ചിരിക്കുകയായിരിക്കും ഇപ്പൊ. അപ്പൊ സോഴ്സസ് ഓഫ് സ്ട്രെസ് എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്താണ്, എങ്ങനെയാണ് സ്ട്രെസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, എത്ര ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട്, യു സ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്നതിന് നമ്മൾ യു സ്ട്രെസ് എന്നും, നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷനിൽ വരുന്നത് നമ്മൾ അതിന്റെ ഡിസ്ട്രെസ് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാം ആ 2 വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ നാളെയും ഒരു സെഷൻ ചിലപ്പോൾ വെക്കും, ഇന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ മാം പറഞ്ഞതിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറഞ്ഞുതരാം കേട്ടോ, വീണ്ടും ഒരു ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യൂണിറ്റ് 2 യൂണിറ്റ് 2 എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് നിങ്ങളിപ്പോ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് ഇത് എങ്ങനെ നമുക്ക് 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് എഴുതാം എന്നുള്ള കാര്യമാണ് ഞാൻ എഴുതിയിരുന്നത്. ഇന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 ഇത് നോക്കി നോക്കുക, ഏറ്റവും കൂടുതൽ വട്ടം നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് എ പേഴ്സണാലിറ്റി, അതിന്റെ പ്രത്യേകത എന്താണ്, ടൈപ്പ് എ പേഴ്സണാലിറ്റി അതിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിനെ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് ബാധിക്കുന്നത്, ഹെൽത്തിനെ എത്രത്തോളം സ്ട്രെസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ചേഞ്ചസ് ആണ്, മെന്റൽ ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ യൂണിറ്റ് 5 ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് കോപ്പിംഗ്, നമുക്ക് കോപ്പ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ട് അല്ലെ. കോപ്പിംഗ് നമ്മുടെ പ്രോബ്ലം ഫോക്കസ്ഡ് ഉണ്ട്, ഇമോഷണൽ ഫോക്കസ്ഡ് ഉണ്ട്. അപ്പൊ ടൈപ്പ് ഓഫ് കോപ്പിംഗ് സ്റ്റൈൽസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സ്പീഡ് കൂടുണ്ടോ? ഓക്കെ ആണ്. അപ്പൊ യൂണിറ്റ് 2 ഞാൻ നമ്മുടെ നോട്ട്സ് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, യൂണിറ്റ് 2 എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് സ്ട്രെസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വട്ടം നമ്മളടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. എന്താണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് വായിച്ചിട്ട് മീനിങ്ങും എക്സാമ്പിളും പറഞ്ഞുതരാം. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നമ്മൾ കുഞ്ഞിലേ നമ്മുടെ ബയോളജിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് വരിക. ഒന്നെങ്കിൽ ആ സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അവിടുന്ന് നൈസ് ആയിട്ട് നമ്മൾ എന്താകും, മാറിപ്പോകും. ഇപ്പൊ ഒരു പട്ടി നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, പട്ടിയെ കല്ലെടുത്ത് എറിയുക, അല്ലെങ്കിൽ പട്ടിയുടെ വടി എടുത്ത് ഇതാക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് ചാടാണ്ടിരിക്കാൻ നോക്കുക. ഒരു ഫൈറ്റ് റെസ്പോൺസ് ചില ആൾക്കാർ ചെയ്യും. ചില ആൾക്കാർ പട്ടിയെ കാണുമ്പോഴേക്കും അപ്പുറത്തെ പറമ്പിൽ എത്തിയിട്ടുണ്ടോ, അതാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ചു പോവാന്നൊക്കെ പറയാം. ചില ആൾക്കാരില്ലേ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടുത്തെ നൈസ് ആയിട്ട് എന്താവും, തൂങ്ങും. അതേ സെയിം സാധനം തന്നെയാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ വരുന്നത്. നമുക്ക് നോക്കി നോക്കാം ആരാണ് പ്രൊപ്പോസ് ചെയ്തതെന്നൊക്കെ. Cannon initially termed stress as the emergency response and further elaborated that stress had its source in fighting emotions. Cannon എന്ന് പറയുന്ന ഒരാളാണ് ആദ്യം ഈ സ്ട്രെസ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്തത്, ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, ഈ സ്ട്രെസ്സിൽ എന്തുണ്ടാവും, നമുക്കൊരു എമർജൻസി റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവും. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസുകൾ എപ്പോ വരാം, സ്ട്രെസ് വരുമ്പോ. ഇപ്പൊ നമ്മളൊക്കെ ഏകദേശം ഒരു സ്ട്രെസ്സിലിരിക്കുന്ന ഒരു സമയമായിരിക്കും. നമുക്ക് മറ്റൊന്നാ ഇനി ഇഗ്നോന്റെ എക്സാം ഇങ്ങനെ ചറപറ വരിക, അത്യാവശ്യം എന്തുണ്ടാവും, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഇമോഷണലി വിഷമം വരുന്നുണ്ടാവാം, വേഗം ദേഷ്യം വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പേടിയാവുന്നുണ്ടാവാം, ചില ആൾക്കാർക്ക് ഇതിനൊന്നും ഈ ഇമോഷൻസ് ഒന്നും കാരണം എന്ത് ഉണ്ടാവില്ല, ഒരു റിയാക്ഷനും വരുന്നുണ്ടാവില്ല. ചില ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല, ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പഠിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ഓക്കെ വേറെന്നോടത്ത് വെച്ച് കാണാന്നുള്ള രീതിക്ക് പഠിക്കുന്നുണ്ടാവും. ഇത് പറഞ്ഞ ആളാണ് കാനൺ എന്ന് പറയുന്ന ആള്. Cannon put forth the fight or flight response with regard to stress. ഇദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, കാനൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാവും, അങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യണേ എന്ന് പറഞ്ഞത് ആരാണ്, കാനൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്താണ്, നമുക്കൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ അതായിട്ട് ഫൈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ അവിടുന്ന് നൈസായിട്ട് എന്താണ് എസ്കേപ്പ് ആവാനായിട്ട് നോക്കും. ഇപ്പൊ ഫൈറ്റ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിക്കണേന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബോഡിയിൽ ചേഞ്ചസ് എന്തുണ്ടാവാം, നമുക്ക് വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് എന്നാണ് ആര് പറഞ്ഞത്, കാനൺ പറഞ്ഞത്. According to Cannon, stress is an outcome of an environmental demand that was external and that led to an imbalance in the natural steady state of an individual. എന്താണ് കാനൺ പറഞ്ഞത്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബാലൻസ് എന്താവും, തെറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ ഭയങ്കര കാമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പുറത്തുനിന്ന് ഒരു വണ്ടി ഇടിക്കുന്ന സൗണ്ട് കേൾക്കാണ്, അതല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രണ്ടിലൊരു തേങ്ങ വീഴുന്നതോ അങ്ങനെ എന്തൊരു ഭയങ്കര വലിയൊരു സൗണ്ട് കേട്ടു എന്നേക്കും, നമ്മുടെ ബോഡി എന്താവും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ പെട്ടെന്ന് ഞെട്ടും, നമ്മുടെ ചില ആൾക്കാർ പാനിക് ആവും, കൈ വിറയ്ക്കും, ശ്വാസം കിട്ടാണ്ട് ഇതൊക്കെ വരും. അപ്പൊ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിക്ക് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ബോഡിയുടെ ഹോമിയോസ്റ്റാറ്റിസ് അല്ലെങ്കിൽ ബോഡിയുടെ ബാലൻസിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്.
He further stated that body encompasses natural defense mechanisms that play a role in maintaining the homeostasis or the natural steady state of an individual. എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ത്രെട്ട് വന്നു, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നുണ്ട്? വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും ഒക്കെ നമ്മുടെ ബോഡി എന്താവുന്നുണ്ട്? ഒരു ഹോമിയോസ്റ്റാറ്റിസ് അല്ലാത്ത, ഒരു ഇക്വിലിബ്രിയം അല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ബാലൻസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മുടെ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള ബേസ് ഉണ്ട് എന്നാണ് പറയണത്. അതായത് ഇങ്ങനത്തെ ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ബോഡിയുടെ ഹോമിയോസ്റ്റാറ്റിസ് തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം തെറ്റുന്നുണ്ട്. ആ ബാലൻസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റിയും നമ്മുടെ ബോഡിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. കാനൻ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ഇൻ ആൻ ഇൻഡിവിജ്വൽ വെൻ ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. എന്താണ് കാനൻ പിന്നെ കുറച്ചും കൂടെ സ്റ്റഡി ചെയ്ത് അദ്ദേഹം കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ബോഡിയുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മള് SNS എന്നൊക്കെ പറയാറുണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അല്ലെ. അതില് നമ്മുടെ ബോഡിയുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ള രീതിക്കുള്ള സ്റ്റഡീസും ആര് ചെയ്തിട്ടുണ്ട്? കാനൻ ചെയ്തിട്ടുണ്ട്. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം. ഇപ്പൊ നമ്മള് വളരെ കാം ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മുടെ ബോഡി എന്താണ്? ഫിസിക്കലി ഇമോഷണലി ഒക്കെ വളരെ ഹോമിയോസ്റ്റാറ്റിസിലാണ്, അതായത് വളരെ ഓക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇക്വിലിബ്രിയം എന്നൊക്കെ പറയില്ലേ, എല്ലാ കാര്യവും ബാലൻസ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹോമിയോസ്റ്റാറ്റിസ് എന്നൊക്കെ പറയാം. ഇത് ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്താ? ഇമോഷണലി നമുക്ക് പേടിയാവാം, അതല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരാം, നമുക്ക് ഇറിറ്റേഷൻ വരാം, അതല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് എന്തുണ്ടാവാം? കൈവരയ്ക്കാം, കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ കൃഷ്ണമണി ഭയങ്കരമായിട്ട് ഡൈലേറ്റ് ചെയ്യുന്നുണ്ടാവാം, നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നുണ്ടാവാം, നെഞ്ചിന് എന്തോ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പൊ എന്തായി? നമ്മുടെ ബോഡിയുടെ ആ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ബാലൻസ് അവിടെ തെറ്റാണ്. അതിനെയാണ്, ആ ഒരു ബാലൻസ് ഉള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മളെ ബോഡിയെ നമ്മൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ടേം നല്ല ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഇമോഷണലി ആയാലും അല്ലെങ്കിൽ എല്ലാ രീതിക്കും വളരെ വളരെ കാമായിട്ട് അല്ലെങ്കിൽ വളരെ ഓക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥേനെയാണ്, ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ഓക്കെ. അടുത്തത് എന്താ പറയുന്നത്? Thus when an individual faces a situation that is threatening, he or she will either get ready to fight the threat or may flight or run away from the situation. എന്താണ്? ഒരാണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ വാട്ടെവർ എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തി ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വൽ ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവരും? ഒന്നെങ്കിൽ ആ പേഴ്സൺ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആകും, അതല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് റൺ അവേ പോവാനായിട്ട്, ഫ്ലൈറ്റ് ചെയ്യാനായിട്ട്, അതിന് എസ്കേപ്പ് ചെയ്യാനായിട്ടായിരിക്കും നോക്കുക. അപ്പൊ നമ്മളൊരു വൈൽഡ് ആയിട്ടുള്ള ഡോഗിനെ കണ്ടു, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഡോഗിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കും, അതല്ലെങ്കിൽ ആ ഡോഗ് അപ്പുറത്തെ പറമ്പിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേറെ ഏതെങ്കിലും പറമ്പിലേക്ക് ഓടിയിട്ടുണ്ടാവും. അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ വിൽ എക്സ്പീരിയൻസ് സർട്ടൻ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഗെറ്റ് ഹിം ഓർ ഹെർ റെഡി ടു ഫൈറ്റ് ഓർ ഫൈറ്റ്. എന്താ പറയുന്നത്? അപ്പോ ഇത്തരത്തിലുള്ള ഒരു ത്രെട്ട് വരുമ്പോൾ നമ്മുടെ മൈൻഡ് മാത്രമല്ല, അതിനനുസരിച്ച് നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ത്രെട്ടിനെ നേരിടണോ അതല്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആവണോ എന്നറിയാനായിട്ട് നമ്മുടെ മെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി മാത്രമല്ല, ഫിസിയോളജിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ഷൻ ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സാമിന് കയറുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കും. ചില ആൾക്കാർ ഭയങ്കര പാനിക്കാവും. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോ എന്താവാണ്? കൈവിറക്കണു, ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നു, ഹാർട്ട് ബീറ്റ് കൂടണു, ഹാർട്ട് ബീറ്റ് മിസ്സാവണ പോലെ തോന്നുന്നു, ഞാനിപ്പോ തല ഇറങ്ങി വീഴും തോന്നുന്നു. ഇതൊക്കെ എന്താണ്? നമ്മുടെ ബോഡി എടുക്കുന്ന ഓരോരോ മെക്കാനിസം ആണ്. ഇത്ര തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ദീസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് include sweating, dry mouth, tensed muscles and so on. There is also increase in blood pressure and pulse rate. Besides, the breathing may also become rapid and pupils may widen. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമ്മള് സ്വെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും.
ചില ആൾക്കാർക്ക് മൗത്ത് ഭയങ്കര ഡ്രൈ ആവണ പോലെ തോന്നും, ചില ആൾക്കാർക്ക് മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആവണ പോലെ തോന്നും, ചില ആൾക്കാർക്ക് BP-യിൽ എന്തുണ്ടാവാം, വേരിയേഷൻസ് ഉണ്ടാവാം, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ ആയിട്ട് ബീറ്റ് ചെയ്യണ പോലെ നമുക്ക് തോന്നാം, ബ്രീത്തിങ് ഇഷ്യൂസ് വരാം, ചിലപ്പോ ദീർഘനിശ്വാസം വിടലായിരിക്കാം, ചിലപ്പോൾ റാപ്പിഡ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതായിരിക്കാം. പിന്നെ നമ്മുടെ പ്യൂപ്പിൾസ് എന്താവുന്നുണ്ട്, അതായത് കൃഷ്ണമണി എന്താവുന്നുണ്ട്, ചില ആൾക്കാർക്ക് വൈഡ് ആവാറുണ്ട്. അപ്പൊ ഈ എല്ലാ സിംറ്റംസ് ഉണ്ടെങ്കിലേ നമുക്കൊരു സ്ട്രെസ് വന്നിട്ടുള്ളൂന്നല്ല കേട്ടോ, സബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ചിലപ്പോ സ്വെറ്റിങ്ങും അതേപോലെ BP കൂടുതലായിരിക്കും, ചിലപ്പോ നിങ്ങളിൽ ഒരാൾക്ക് എന്തായിരിക്കും, ചിലപ്പോ ഹാർട്ട് ബീറ്റ് കൂടുതലും ബ്രീത്തിങ് ഇഷ്യൂസും ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരത്തില് എന്തുണ്ടാവാറുണ്ട്, ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഫിസിയോളജിക്കലി നമുക്ക് മാറ്റം ഉണ്ടാവാറുണ്ട്. Basically, in this moment, the individual's body will transfer the energy from body systems that are not required to respond to the situation to the body systems that are required to function in order to respond to the situation at hand. എന്താ ഇതിൽ പറയണേ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇത്തരത്തില് നമുക്കൊരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എനർജി ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് കോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ഇങ്ങനെ പൊരുതി നിൽക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനനുസരിച്ചിട്ട് നമ്മുടെ എനർജി എന്താവുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പല പല ഒരു ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടല്ലോ, ഡൈജഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, മസിൽ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, കാർഡിയോവസ്കുലർ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോ ഒരു പട്ടിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആ ഒരു സിറ്റുവേഷനിൽ വേണ്ടത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എനിക്ക് അതിനെ പൊരുത്തി നിർത്തണം, അല്ലെങ്കിൽ എനിക്ക് അതിനെ തടഞ്ഞു നിർത്തണം എന്നൊരു എനർജിയാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്റെ ഡൈജഷനിൽ പോണ എനർജി എന്താകും, എന്റെ ബോഡി സ്വമേധയാ ട്രാൻസ്മിറ്റ് ചെയ്യും എന്റെ മസിൽ ഗ്രൂപ്പിലേക്ക്. ഇങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, ഓ ഇവനൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊരു ബലം, എന്തൊരു ആരോഗ്യം എന്ന് പറയാറില്ലേ. ഇത് ഈ സെയിം സാധനം, നമ്മുടെ ബോഡി എടുക്കുന്ന ഒരു മെക്കാനിസം ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് എനർജിയാണോ കൂടുതൽ വേണ്ടത്, ബാക്കിയുള്ള എനർജി ഒക്കെ കൂടെ നമ്മൾ കളക്ട് ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, ആ റിക്വയർഡ് ആയിട്ടുള്ള എനർജി കൊടുക്കുന്നു. ഓക്കെ. The stimulation of sympathetic nervous system and endocrine system take place. എന്താകും, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രെസ് മാനേജ്മെന്റ് ഉള്ള സിസ്റ്റം ആണ് നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ സിമ്പത്തറ്റിക്, നമുക്ക് പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ വരുന്നില്ലേ, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതേപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസുകൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ എന്താവും, അഡ്രിനാലിൻ റഷ് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ അഡ്രിനാലിൻ ബൂസ്റ്റ് ആവുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ എനർജി എന്താവുന്നുണ്ട്, പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെസ് സിസ്റ്റംസ് ആണ് എൻഡോക്രൈൻ സിസ്റ്റം, അതായത് ഹോർമോണൽ ആയിട്ടുള്ള കാര്യങ്ങളും, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ റിഫ്ലക്സ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി തരുന്നതും. For instance, if a person suddenly comes across a snake, his or her response would be either or fight or flight, and in this case his or her body will prepare the person for the situation. എന്താണ്, ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതി, മെന്റൽ സ്റ്റെബിലിറ്റിയും അന്നത്തെ ഒരു മൂഡൊക്കെ അനുസരിച്ച് നമ്മുടെ ബോഡിയും നമ്മളൊക്കെ കൂടെ തീരുമാനിക്കും, ഇതായിട്ട് ഈ പാമ്പായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ അതോ പാമ്പിനെ കാണുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവണോ എന്നുള്ള കാര്യം. Thus, there is a disequilibrium that disturbs the homeostasis of the body. Though once the situation is over and there are no more challenges or threats, the body will go back to normal and homeostasis will be restored. എന്താ പറയുന്നത്, ഇങ്ങനത്തെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്, അല്ലെങ്കിൽ ത്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി എന്താവും, ഇംബാലൻസ് ആയിട്ടുള്ള ഹോമിയോസ്റ്റാറ്റിസ് നഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റിലേക്ക് വരും. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം, നമ്മുടെ ഹോർമോൺസിന്റെ ആയാലും, നമ്മുടെ റെസ്പിറേഷന്റെ ആയാലും, നമ്മുടെ കാർഡിയോവസ്കുലർ ആയാലും, ഡൈജഷൻ ആയാലും, നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ആയാലും ഒക്കെ എന്താവും, ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ അപ്പാടെ തെറ്റി. അപ്പൊ ആ ഒരു ത്രെഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാറ്റിസ് നഷ്ടപ്പെടും. പക്ഷേ അതൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് എത്താണ്. ഇപ്പൊ പാമ്പിനെ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞു നമ്മൾ നോർമലായി, അല്ലെങ്കിൽ പട്ടിയെ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞു നോർമലായി, ഇഗ്നോയുടെ എക്സാം കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ എല്ലാ എക്സാമും കഴിഞ്ഞു, നമ്മൾ ഹാപ്പി ആയി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്താവും, ബാക്ക് ടു വീണ്ടും ഹോമിയോസ്റ്റാറ്റിക് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് നോക്കും, അല്ലെങ്കിൽ എത്തുമെന്നാണ് പറയുന്നത്. നമ്മുടെ റെസ്പിറേഷനും, നമ്മുടെ കാർഡിയോവസ്കുലറും, നമ്മുടെ ഡൈജഷനും
നമ്മുടെ മസിലും അതേപോലെ എന്താ പറയാ നമ്മുടെ ഹോർമോണൽ സിസ്റ്റവും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എല്ലാ കാര്യവും എന്താകും ബാക്ക് ടു നോർമൽ ആകും. അപ്പൊ നമ്മുടെ ബോഡി എന്തായി വീണ്ടും ഹോമിയോസ്റ്റാറ്റിസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് ആയി. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് കണ്ടു, ഭയങ്കര ആക്സിഡന്റ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര പാനിക് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ എന്തുണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടും, ബ്രീത്തിങ്ങിന് ഇഷ്യൂ വരും, കൈ വിറയ്ക്കാനൊക്കെ തുടങ്ങും. ആ ഹാർട്ട് ബീറ്റ് ഒക്കെ, അതായത് ആ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞു, അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലായി, ആ ബ്ലഡ് ഒക്കെ അവിടുന്ന് റിമൂവ് ചെയ്തു, നമ്മളെ കാമാക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ എന്താവും, ബാക്ക് ടു നോർമൽ, നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമൽ റേറ്റിലേക്ക് എത്തും, ബ്രീത്തിങ് നോർമൽ റേറ്റിലേക്ക് ഒക്കെ എത്തും. ഇതിനെയാണ് നമ്മൾ പറയാം നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. The flight and fight response is advantageous as it helps deal instantly with the situation. In a long run, experience of stress in this manner can have negative impact on the bodily and effective function of a person. എന്താണ് പറയണേ, ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ്. പക്ഷേ ഷോർട്ട് ടേമില് നമുക്ക് ഇതൊക്കെ ഓക്കെ ആയിട്ടുള്ളൂ. കുറെ സമയം എടുത്ത് അല്ലെങ്കിൽ എന്നും നമുക്ക് ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ത്രെട്ട് ആണ്, അല്ലെങ്കിൽ എന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നേരിടുക ആണ് എന്നുണ്ടെങ്കിൽ അതെന്താകും, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കാനും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഈ സിംറ്റംസ് ഒക്കെ പോവാൻ കാരണമാവും. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും എന്ത് ചെയ്യും, ബാധിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം, ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ബേസിസിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ബോഡി എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എടുക്കുന്ന അങ്ങനെ ഒരു മെക്കാനിസം എന്താണ്, വളരെ നല്ലതാണ്. പക്ഷെ അത് ഷോർട്ട് ടൈമിലാണ്. ഇത് എന്നും സ്ഥിരമായിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്തുണ്ടാവാം, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. The flight or fight model has also been at the receiving end of criticism as individual differences may exist in the way people respond to threat situation. എന്താണ്, ചില ആൾക്കാരുകള് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ മോഡലിനെ, നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാറില്ല, ഒരേ രീതിക്കായിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഡിഫൻസ് മെക്കാനിക്സ് ആയാലും, ഒരു പട്ടിയെ കണ്ട പ്രതികരിക്കുന്നതായാലും, ഒരു പാമ്പിനെ കണ്ട പ്രതികരിക്കുന്നതായാലും, അല്ലെങ്കിൽ ഒരു എക്സാമിനോട് പ്രതികരിക്കുന്നതായാലും ഒക്കെ ഓരോ വ്യക്തിക്ക്, ഇപ്പൊ നമ്മൾ എത്ര പേരുണ്ട്, ഒരു 10 പേരുണ്ടാവുമല്ലേ, നമ്മൾ മൊത്തം ഒരു 8-10 പേരൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ പേരിൽ ഈ ഒരു മോഡലിന് കുറെ അധികം ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. For instance, gender difference may exist in blood pressure changes experienced during stress. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന്, അതേപോലെ തന്നെ ജെൻഡർ ഡിഫറൻസും കാണാറുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എന്താണ്, 2 രീതിക്കാണ് ഓരോരോ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിക്കാണ് അവർ പ്രതികരിക്കാറുള്ളത്. ഇപ്പൊ BP-യുടെ ഒക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലത് ആർക്ക് കൂടുതലായിരിക്കാം, സ്ത്രീകളിൽ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പുരുഷന്മാരിൽ കൂടുതലായിരിക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താവാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ഇതിന് ഉണ്ട്. Further, women may in fact not display a fight or flight response, but they display tend and different response that was described by Taylor as a response to stress that involves seeking social support during such situation. എന്താണ്, സ്ത്രീകളെ പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെക്കാട്ടും കൂടുതൽ എടുക്കുക ഒരു സോഷ്യൽ സപ്പോർട്ടാണ് അവർക്ക് ഒരു സിറ്റുവേഷനിൽ വേണ്ടത്. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് തിയറി പറയണതാട്ടോ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഗ്രഹിക്കുക ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട്. എന്റെ മകൻ, എന്റെ ഹസ്ബൻഡ്, എന്റെ ബോയ് ഫ്രണ്ട് ഒക്കെ എന്റെ അടുത്ത് നല്ലോണം പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ച് കിട്ടിയ മാർക്ക് മതി, നീ പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യേ എന്നൊക്കെ പറയാനായിട്ടാണ്, ഒരു സോഷ്യൽ സപ്പോർട്ടാണ് നമുക്കൊരു സിറ്റുവേഷനിൽ വേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. ഇതിനെ പറ്റി കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്, കാനൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പേര് എന്താണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഓരോ എക്സാമ്പിൾ, ഇപ്പൊ പട്ടിയുടെ എക്സാമ്പിളോ, അല്ലെങ്കിൽ ഒരു സ്നേക്കിന്റെ എക്സാമ്പിളോ, ഒരു ആക്സിഡന്റ് എക്സാമ്പിളോ, ഇവൻ ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വാട്ടെവർ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കൂടുതലായിട്ട് എഴുതുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പൊ ഞാനിത് എങ്ങനെയാ സ്ട്രക്ചർ ചെയ്ത് എഴുതണ്ടേന്നൊന്ന് പറഞ്ഞുതരാം.
ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് നമ്മളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എത്ര സമയം നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കണം. കാരണം ചില ആൾക്കാർ ഇങ്ങനെ വലിച്ചു തീട്ടി ഇത് മാത്രം നമുക്ക് എഴുതിയാൽ പോരല്ലോ. അപ്പോ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഏതൊക്കെ പോയിന്റ്സ് ഞാൻ എഴുതണം. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ വായിച്ചതിൽ എല്ലാ പോയിന്റ്സും എല്ലാവർക്കും ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിട്ടുള്ള നമ്മുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന സെന്റൻസ് ഏതൊക്കെയാണ്, ഏകദേശം എത്ര മിനിറ്റ് ഞാൻ എടുക്കും, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും കാര്യം ഒന്ന് നോക്കിയതിന് ശേഷം, എന്ന് വെച്ചാൽ കുറെ നേരം നോക്കിയിരിക്കാനല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് സ്ട്രെസ് എന്നുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് സ്ട്രെസ് നമുക്കറിയാലോ. ആ സ്ട്രെസ്സിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രെസ്സിനോടുള്ള റെസ്പോൺസ് ആയിട്ട് വരുന്ന ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ ആണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എഴുതിയിട്ട് അടിയിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇത് പ്രൊപ്പോസ് ചെയ്ത ആരാണ്, പ്രൊപ്പോസ്ഡ് ബൈ കാനൻ ആണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു തിയറിയിലേക്ക് എത്തിയത്, ഇതിന് വിത്ത് എക്സാമ്പിൾസ്, അത് ഈ ഇഗ്നോല ടെക്സ്റ്റിലോ അല്ലെങ്കിൽ സൈക്കോസ്റ്റയുടെ അതേ നോട്ടില് അതേ വേർഡിങ്സ് വെച്ചിട്ട് നിങ്ങൾ എഴുതണ്ട. നിങ്ങളുടേതായ ഭാഷയിൽ തെറ്റാതെ, മാക്സിമം തെറ്റാതെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്കോർ എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും. ഇനിയിപ്പോ ആരും അയ്യോ എനിക്കിത് എല്ലാ പോയിന്റ് ഇതേ വാക്കുകൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റില്ലല്ലോ, അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ, ഒന്നും ആലോചിക്കണ്ട. നമ്മുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ എക്സാമ്പിൾസ് വെച്ചിട്ട്, ഇപ്പൊ ഞാൻ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണക്ട് ആയി പോയിട്ടുണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുക, എഴുതുക. അതേപോലെ ഈ കാനൺ ആണ് പ്രൊപ്പോസ് ചെയ്തത്, ഇന്ന വർഷമാണെന്നുണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് വരുന്നുണ്ട്, ഹോമിയോസ്റ്റാറ്റിസ് എന്നുള്ള വേർഡ്, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ ക്ലിക്ക് ആവുന്ന ചില വേർഡ്സ് ഇല്ലേ, അത് ഓർമ്മയുണ്ടെങ്കിൽ എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതിപ്പോ വേറെ കളർ പെണ്ണൊന്നും വേണമെന്നൊന്നുമില്ല, നമ്മുടെ പെണ്ണുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് പേപ്പർ നോക്കാതിരിക്കുന്ന ആള് എനിക്ക് ഇത് അറിയാമെന്ന് പോയി പറഞ്ഞു കേൾപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ എഴുതി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. അപ്പൊ മാക്സിമം അണ്ടർലൈൻ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ കുറെ കരകുര വരയ്ക്കാനല്ല, മാക്സിമം ഇങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ അത് ഡിമാൻഡ് ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ട്, അത് ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? ഞാൻ ഭയങ്കര വലിച്ചു നീട്ടി പറയുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ക്ലിയർ ആവുന്നുണ്ടോ? ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസ് ആരുമില്ലേ? യെസ് മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ? അടുത്തതാണ് നമ്മുടെ യൂണിറ്റ്. ക്ലിയർ ആണ്. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് 3 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് എ പേഴ്സണാലിറ്റി ആണ്. ഈ ഒരു പാഠത്തിന് 3-4 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷൻ ആണ്. എത്ര മാർക്കിനത് ചോദിച്ചിരിക്കുന്നേ? 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ അത്ര ഭാഗത്തേക്ക് എത്തിക്കണല്ലോ. ഫസ്റ്റ് എന്താണ് പേഴ്സണാലിറ്റി എന്നൊരു പറ്റുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമിന് തലേദിവസം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ ഞാൻ പറയുന്നില്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താ, ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ളതാണ് പേഴ്സണാലിറ്റി. ഇപ്പൊ മൈത്രിയുടെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല അഫാ മാമിന്റെ പേഴ്സണാലിറ്റി, എന്റെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല നമ്മളിൽ ഓരോരുത്തർക്കും. ഇതെന്താണ്, ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ പറ്റുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ചോദിക്കുമ്പോൾ 5 മാർക്കിന് നമുക്ക് എഴുതി എത്തിക്കണ്ടേ എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ള കാര്യം ഒന്ന് എഴുതാം. ഇപ്പൊ ഗോർഡൻ ആൽപോർട്ടിന്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കാരണം നമ്മൾ ഈ ഡെഫിനിഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റരുതെന്നാ പറയാം. കാരണം അതൊരാൾ കോട്ട് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസ് അല്ലേ, അപ്പൊ അത് തെറ്റരുത്. അപ്പൊ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി എന്ന് എഴുതുക. അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നുള്ളത് ഓരോരുത്തർക്കും യൂണീക്ക് ആയിരിക്കും. അതെന്തായിരിക്കും, പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിക്ക് 2-3 വരി എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം മെയിൻ ആയിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. എന്താണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇനിയാണ് നമുക്ക് അത് എഴുതേണ്ടത്. Okay. Personality, according to Schaeffer 2004, encompasses enduring patterns of thinking, feeling and acting. എന്താണ് ഷാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അതാണ് പ്രൊണൗൺസിയേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. ഈ അന്യനാട്ടിലെ ആൾക്കാരുടെ പേര് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാറുണ്ട്. 2004 ഷാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി പേഴ്സണാലിറ്റി പറഞ്ഞിരിക്കുന്നത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾസ് എന്തായാലും നോട്ട് ചെയ്യണേ. നിങ്ങൾ ലെക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇത് എഴുതി പഠിപ്പിക്കെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേണം. അതിന്റെ പേരിൽ പറയുന്നതാണ്.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് അഫ മാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ആലോചിക്കുമ്പോൾ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ് വരുന്നുണ്ടാവും. മാം ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആണ്, മാം നന്നായി ക്ലാസ് എടുക്കും, പിന്നെ മാം അത്യാവശ്യം നല്ലോണം എല്ലാവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്ങനത്തെ കുറെ സ്കിൽ എന്തുണ്ടാവും ഈ മാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ അമ്മ, അനിയൻ, അച്ഛൻ, വാട്ടെവർ ആരെ പറ്റി ഒരു ഇൻഡിവിജ്വലിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് വരുന്ന യുണീക്ക് ആയിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ ഇന്ന ആള് ഭയങ്കര കാമാണ്, അല്ലെങ്കിൽ ഇന്ന ആള് ഭയങ്കര ക്വയറ്റ് ആണ്, ഇയാള് ഭയങ്കര ടോക്കറ്റീവ്, ആള് നല്ല രീതിക്ക് നമ്മളായിട്ട് സംസാരിക്കും, ഇന്ന ആള് എപ്പോഴും ഭയങ്കര ജിൽജിലായിട്ട് നിൽക്കുന്ന ആളാണ്, എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ളത് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഷാഫർ എന്താണ് പറഞ്ഞത്? പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ഷാഫർ 2004 അദ്ദേഹം പറഞ്ഞത് ഒരാളുടെ ലോങ് ടൈമിലേക്ക് വരുന്ന, അതായത് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ആക്ടിങ്. ആക്ടിങ്ങിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബിഹേവിയർ. അപ്പൊ ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സണാലിറ്റി എന്ന് പറയാ. അപ്പൊ ഇതിൽ എന്താണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ഷാഫർ 2004. ഇത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, പിന്നെ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എഴുതാം, ഒരു എക്സാമ്പിൾ എഴുതാം. അടുത്തത്, these traits influence not only how a person responds to stress but also their coping mechanism. എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റുകള് ഒരാള് എങ്ങനെ ഒരു സ്ട്രെസ്സിനോട് അല്ലെങ്കിൽ എങ്ങനെ ഒരാള് ഒരു സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യണു എന്ന് മാത്രമല്ല, അവര് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഇഗ്നോന്റെ എക്സാം വരുന്നുണ്ട്. ഇഗ്നോന്റെ എക്സാം വരുന്നു, അയ്യോ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് തീരുവോ, എന്നെക്കാട്ടും കൂടുതൽ മറ്റുള്ളവർ പഠിച്ചിട്ടുണ്ടാവോ, ഞാൻ എഴുതിയത് ശരിയാവോ എന്നൊക്കെ ആലോചിക്കുന്നത് എന്താണ്? നമ്മൾ ആ ഒരു സ്ട്രെസ്സിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻ. ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് അതെന്താണ്? നമ്മൾ ആ ഒരു സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നോക്കുന്നതാണ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു. ഇത്രയും റിയാക്ഷൻസ് വരുമ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, എക്സാമിന് ഞാൻ പഠിക്കുക തന്നെ വേണം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ പഠിക്കാം, ബാക്കി എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നോക്കണം, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? അത് നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. അതേപോലെ തന്നെ എനിക്കൊന്നും കിട്ടില്ല, അന്ന് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം, ഇതും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനോട് അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. പാനിക് ആയിട്ടാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര കാമായിട്ടാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു ഓക്കെ ആയിട്ടാണോ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളതൊക്കെ ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി, നമ്മുടെ ക്വസ്റ്റ്യനിലേക്കുള്ള ആൻസറിലേക്ക് എത്തുകയാണ്. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് tend to experience higher stress levels, perceiving stress as threatening and reacting intensively and swiftly. നമുക്കിത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ ചില ആൾക്കാര് ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി അറിയാം. അപ്പൊ ഈ ടൈപ്പിംഗ് മാറി പോവാണ്ടിരിക്കാൻ ഒരെണ്ണം പഠിച്ചു വെക്കാം. ഇന്ന ആളെ കണക്ട് ചെയ്തിട്ട് അയാളുടെ സ്വഭാവം വെച്ചിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അത് തെറ്റുമോ, നമ്മൾ ഈ എക്സാമിന് പാനിക് ആകുമ്പോൾ തെറ്റുമോ എന്നുള്ള ഡൗട്ട് വേണ്ടല്ലോ. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാര് എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പെട്ടെന്ന് ഭയങ്കര റാപ്പിഡ് ആയിട്ട് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാനിക് ആവുക, ഇന്റൻസ് ആയിട്ട് ഓവർ റിയാക്ട് ചെയ്യുക, ഈ സ്ട്രെസ്സിനെ പെർസീവ് ചെയ്യണത് തന്നെ ഒരു ഭയങ്കര വലിയ ത്രെട്ട് ആയിട്ട് കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ലെവൽസ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇവര് സ്ട്രെസ്സിനെ ഭയങ്കര ത്രെട്ടനിങ് ആയിട്ടും ഭയങ്കര ഇന്റൻസ് ആയിട്ടും റാപ്പിഡ് ആയിട്ടും ക്വിക്കായിട്ടും ഒക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ സ്ട്രെസ്സിനെ പെർസീവ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാൻ എടുത്തോളൂ. ഇപ്പൊ ഒരു ട്രാഫിക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം ശരിക്കും ട്രാഫിക്കിൽ പോയാൽ അറിയാമെന്നാണ് പറയുന്നത് കേട്ടോ. ട്രാഫിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്തുണ്ടാവും? പെട്ടെന്ന് തൊട്ടേനും പിടിച്ചേനും. ഇപ്പൊ സിഗ്നൽ വന്ന് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾക്കാരെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അതേസമയം ചില ആൾക്കാർ അതിന്റെ ഇടയിൽ കൂടെ ഈ ടൂ വീലറും അതേപോലെ എന്തെങ്കിലും കാറൊക്കെ കുത്തിക്കയറ്റും.
അതൊക്കെ കാണുമ്പോ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, പെട്ടെന്ന് കുറെ ചീത്ത പറയാ, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനോട് ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഭയങ്കര റഷ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരൊക്കെ ടൈപ്പ് എ പേഴ്സണാലിറ്റിയാണ്. ഇനി ഇൻ കോൺട്രാസ്റ്റ് ഇതിന് നേരെ തിരിച്ചിട്ടുള്ളതാണ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സിനോട് ഭയങ്കര ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ തണുത്ത മട്ട അല്ലെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള മട്ട, എപ്പോഴും ഭയങ്കര സമാധാന പ്രിയരായിട്ടുള്ള ആൾക്കാരാണ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇപ്പൊ എത്ര നേരം ക്യൂ നിന്നാലും അല്ലെങ്കിൽ എത്ര നേരം ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞാലും വളരെ സമാധാനമായിട്ട് നിങ്ങൾ എത്ര നേരം വേണമെങ്കിൽ ഇരുത്തോളൂ. ഇപ്പൊ എനിക്ക് പെട്ടെന്നൊരു എക്സാമ്പിൾ ഓർമ്മ, എന്റെ അച്ഛനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ നല്ല എളുപ്പം. ആൾ ഒരു അക്ഷരം മുണ്ടൂല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ അവരുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ കാണുന്നു ഓരോരോ സിറ്റുവേഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിന് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ടൈപ്പ് ബി പേഴ്സണാലിറ്റിയിൽ പെടുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. അതായത് അച്ഛനെ കൊണ്ട് ഇപ്പൊ ഷോപ്പ്, സാധാരണ ഈ പുരുഷന്മാര് കുറച്ച് ഭയങ്കര ഇമ്പൾസീവ് ആവുന്ന സ്ഥലമാണല്ലോ ഈ ഷോപ്പിംഗ്. കാരണം പൊതുവെ സ്ത്രീകൾ കുറെ സമയം എടുക്കുന്നതാണ് ഒരു വെപ്പ്. എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. ഈ അച്ഛനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഒരു സോഫയോ ഒരു കസേരയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചാരി നിന്നോളും. അത് കഴിയാറായില്ലേന്നോ അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ല ഇനി വേറെ കടയിൽ പോകണമെന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് ചോദിക്കും. ഇതൊന്നുമില്ല. നമുക്ക് ആ ഷോപ്പിങ്ങില് പോയിട്ട് ആ കടയിൽ നിന്ന് ഇഷ്ടമായില്ലെങ്കിൽ വേറെ കടയിൽ എന്താവും, ഒരു മുഖം മുറിപ്പിക്കാണ്ട് കൊണ്ട്. അത് എന്ത് പേഴ്സണാലിറ്റിയാണ്? ടൈപ്പ് ബി പേഴ്സണാലിറ്റിയാണ്. കാരണം ഇവര് സിറ്റുവേഷൻസ് എന്തായിരിക്കും, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര ഭയങ്കര നാച്ചുറൽ ആയിട്ടൊക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, കോപ്പ് ചെയ്ത് പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ ഡീല് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. Consequently, type A personalities are more susceptible to a range of physical and psychological issues stemming from their stress experiences. എന്താ പറയുന്നത്, ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസും അതേപോലെ മെന്റൽ ഇഷ്യൂസും വരാനുള്ള, മെന്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്കീസോഫ്രീനിയ ഒന്നും അല്ല കേട്ടോ, മെന്റൽ ഇഷ്യൂസും വരാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. കാരണം ഹൈ ബി പി ആയിരിക്കും. കാരണം എപ്പോഴും ഇങ്ങനെ ഇമ്പൾസീവ് ആയിട്ട് നിൽക്കല അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് നിൽക്കല. അപ്പൊ അവർക്ക് എന്തുണ്ടാവാം, അവരുടെ അഡ്രിനാലിൻ റഷ് ആവുന്നുണ്ടാവും, അവർക്ക് ബോഡിയിലെ ഹോർമോൺസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ടാവും, അങ്ങനെ കുറെ മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാവും. സോ ഇവർക്ക് എന്തുണ്ടാവും, മെന്റൽ ആയിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ആർക്കാണ് കൂടുതൽ? ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കണക്ട് ചെയ്ത് പഠിക്കാം. മാക്സിമം എക്സാമ്പിൾസ് എഴുതി അങ്ങോട്ട് കൂട്ടുക. 5 മാർക്കിനാണ് ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി, ആരാണ് പറഞ്ഞിട്ടുള്ളത്, ഏത് വർഷമാണ് പറഞ്ഞിട്ടുള്ളത്, അത് യുണീക്ക് ആണ്, അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ തകർത്തങ്ങൾ എഴുതിക്കോ. ഈ പേപ്പർ എന്തായാലും നമുക്ക് തിരിച്ചു തരില്ല. പണ്ട് എനിക്കൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഞാൻ എഴുതുക ഈ മോഡൽ എക്സാമിന്റെ പേപ്പർ, നമുക്ക് ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ, ഇന്റേണൽസിന്റെ പേപ്പർ ഒക്കെ. കാരണം ഇതൊക്കെ നമുക്ക് തിരിച്ചു തരും. നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ എന്താക്കും, രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് പേപ്പർ തരുമ്പോ അയ്യേ മൈത്രി എന്താ എഴുതിയേക്കണേ എന്നുള്ള രീതിക്ക് നമ്മൾ എന്താക്കും. സോ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റി എക്സാം പരിപാടികൾക്ക് എളുപ്പം പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ മോഡൽ എക്സാം ഒക്കെ കണ്ടിട്ട് മെയിൻ എക്സാം എഴുതാൻ എനിക്ക് ഭയങ്കര തോരയായിരുന്നു, പേപ്പർ തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു ഇതില്ല. അപ്പൊ അതേപോലെ നമ്മൾ എഴുതുന്ന എക്സാമ്പിൾ തെറ്റോ എന്ന് വിചാരിച്ചിട്ട് ആരും എഴുതാണ്ടിരിക്കേണ്ട. നമുക്ക് അപ്പൊ തോന്നുന്ന കണക്ട് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഭയങ്കര വലിച്ചു തെറ്റാണ്ട് കുറച്ച് പ്രിസൈസ്ഡ് ആയിട്ട് എന്നാ പേജ് എത്തിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് നോക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോവാം. അടുത്ത യൂണിറ്റിൽ നമുക്ക് ഇനി നോക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് ടൈപ്പ് എ പേഴ്സണാലിറ്റി റിപ്പീറ്റഡ് നമ്മൾ പറഞ്ഞു. പിന്നെ യൂണിറ്റ് 4 നമുക്ക് നോക്കേണ്ടത് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ഹെൽത്തിനെ എങ്ങനെ സ്ട്രെസ് ബാധിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ആയിട്ട് 5 മാർക്കിനാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിനെ പറ്റി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അവിടെ വന്നു എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത്. നിങ്ങൾക്ക് മടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ, എനിക്ക് അറിയില്ല, നമുക്ക് റെസ്പോൺസ് അത് ആക്കാത്തോണ്ടേ അറിയുന്നില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ, നമുക്ക് സ്ട്രെസ് ഓൺ ഹെൽത്തിനെ പറ്റി നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം,
സ്ട്രെസ് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾ എക്സാമ്പിൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെസ്സിനൊരു എന്താണ് ഒരു ഡെഫിനിഷൻ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. കാരണം ഈ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാം. അപ്പൊ സ്ട്രെസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്, ഒരു 3-4 വരി മാത്രം എഴുതിയാൽ മതി, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. അത് കഴിഞ്ഞ് ഒരു വരി വിട്ടിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിന്റെ കൂടെ തന്നെ എന്താണ് ഹെൽത്ത്, നമ്മൾ എന്താ ഈ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള അസുഖമില്ലാത്ത അവസ്ഥയല്ല ഹെൽത്ത്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, ഞാൻ ഹെൽത്തിയാണ്. ഇതല്ല ഹെൽത്ത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് WHO പറയുന്നത് നമ്മൾ സോഷ്യലി, ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഒക്കെ വളരെ ഓക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്ക് പനിയില്ല, തലവേദന ഇല്ല, വയറിന് അസ്വസ്ഥതകൾ ഇല്ല, BP ഇല്ല, നമുക്ക് എന്താണ് അങ്ങനത്തെ ബ്ലഡ് പ്രഷർ ഇല്ല, നമുക്ക് കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല എന്ന് പറയുന്നതല്ല കേവലം ഒരു ഹെൽത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇത്തരത്തിലൊരു ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓർമ്മയുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം സ്ട്രെസ് എങ്ങനെ ഹെൽത്ത് ആയിട്ട് എഫക്ട് ഉണ്ടാക്കുന്നു എന്നുള്ള പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും ബാക്ക് ടു വരാം. സ്ട്രെസ് ക്യാൻ സീരിയസ്ലി എഫക്ട് ഫിസിക്കൽ ഹെൽത്ത്, ലീഡിംഗ് ടു വേരിയസ് ഇൽനെസ് സച്ച് ആസ് കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ്, AIDS, അൾസേഴ്സ്, hypertension, diabetes, asthma, hyperthyroidism and even cancer. എന്താ പറയുന്നത്, എന്താ പറയുന്നത്, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇവൻ നമ്മുടെ ബോഡീനെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ബോഡിക്കായാലും മെന്റലി ഉള്ള പ്രോബ്ലംസിനായാലും ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, കാര്യമാക്കുന്നുണ്ട്. ഏതൊക്കെ, ഹാർട്ടിനുള്ള പ്രശ്നങ്ങള്, പെയിന്, അൾസേഴ്സ്, BP കൂടാനായിട്ടുള്ള ചാൻസ്, ആസ്മ വരിക, ഡയബറ്റിക് വരിക, തൈറോയിഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരിക, ഈവൻ ക്യാൻസർ വരെ നമുക്ക് എന്തുണ്ടാക്കുന്നുണ്ട്, വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. It weakens the immune system, making individuals more susceptible to infections. നമുക്ക് നമ്മുടെ അടുത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് പറയണ്ടായിരുന്നു അല്ലെ, ജാഗ്രത മതി, പേടി വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. എന്താ നമ്മുടെ അടുത്ത് പേടിക്കണ്ടെന്ന് പറയുന്നത്? കാരണം നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിന് ഭയങ്കര സ്ട്രെസ്ഡ് ആവാണ്, നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അവിടെ ഭയങ്കര ലോ ആവുകയാണ് ചെയ്യണം. അപ്പൊ എന്താകും, ഇതിന്റെ കൂടെ മറ്റുള്ള ഇൻഫെക്ഷൻസ്, മറ്റു അസുഖങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് കൊറോണ വരുമോ എന്ന് പേടിക്കണ്ട, പ്രിക്കോഷൻസ് എടുക്കുക, വരികയാണെങ്കിൽ അപ്പൊ നോക്കാന്ന് പറയുന്നത്. കാരണം ഈ കൊറോണ വരുമോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്താവും, ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ വേറെ ഒരു നമ്മൾ പറയാറില്ലേ, ഒരു ആള് വണ്ടി ഓടിക്കുമ്പോ വണ്ടി ആക്സിഡന്റ് ആവോ എന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെങ്കിലും നമ്മളൊരു ആക്സിലേറ്റർ കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കാൻ മറക്കും, ക്ലച്ച് പിടിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോ നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ ഭയങ്കര ഓവർ ടെൻസ്ഡ് ആവാണോ, അല്ലെങ്കിൽ ഓവർ ആങ്ഷ്യസ് ആവാണോ, ഓവർ സ്ട്രെസ്ഡ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് എന്താക്കുന്നു, ബാധിക്കുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാകും, കുറെ ഡിസീസുകൾ വരാനും അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാനുമുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. സ്ട്രെസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് കാർഡിയോവാസ്കുലർ പ്രോബ്ലം. എന്താണ്, സ്ട്രെസ് ഉള്ളവർക്ക് കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറ്റ് ഇൻക്രീസസ് പൾസ് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ, ഫോഴ്സിംഗ് ദ ഹാർട്ട് ടു വർക്ക് ഹാർഡർ. എന്തായിരിക്കും, ഈ സ്ട്രെസ് വരുമ്പോ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, അതേപോലെ ഹാർട്ട് ബീറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആകും, നമ്മുടെ BP കൂടും. അപ്പോ നമ്മുടെ ഈ ഹാർട്ട് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് പണിയെടുക്കാണല്ലോ, അങ്ങനെ നമുക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ വരും എന്നാണ് പറയുന്നത്. കാരണം ഹാർട്ടൊക്കെ ഇത്ര ഇതിൽ കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, ബുദ്ധിമുട്ടാണ്. സോ ഇത്തരത്തിലുള്ള കാര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. Prolonged stress can lead to cardiovascular disorders, especially when combined with poor lifestyle choices like diet, exercise, alcohol and drug use. എന്താ പറയുന്നത്, ലോങ് ടൈം ആയിട്ടുള്ള സ്ട്രെസ് വരികയാണ്, ഈ പ്രൊലോങ്ഡ് ആയിട്ടുള്ള കുറെ നാൾ നിൽക്കണം, അതാണ് പ്രൊലോങ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റും പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ്, ഡ്രിങ്കിങ്, അതേപോലെ ഈ എന്തെങ്കിലും ആൽക്കഹോള്, ഡ്രഗ് അബ്യൂസ്,
അല്ലെങ്കിൽ എക്സസൈസ് പ്രോപ്പർ ആയിട്ടില്ല, ഇങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഇതിന്റെ കൂടെ ഭയങ്കര ജോബിൽ സ്ട്രെസ്, വീട്ടിൽ സ്ട്രെസ്, എല്ലായിടത്തും സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തുണ്ടാവാം, സ്ട്രെസ് ഹെൽത്തിനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ഹൈപ്പർ ടെൻഷൻ, പൊട്ടൻഷ്യലി കോസിങ് സ്ട്രോക്സ് ആൻഡ് കിഡ്നി ഇഷ്യൂസ്. എന്താ പറയുന്നത്, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ BP ഹൈ ആവാനും അതേപോലെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനും നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് മൊത്തത്തിൽ സ്ട്രെസ് കുറെ പ്രൊലോങ്ഡ് ആയി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് എല്ലാ ഹെൽത്ത് ഇഷ്യൂസും വരും. സ്ട്രെസ് ക്യാൻ കോസ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് including stomach upset, ulcers, irritable bowel syndrome and inflammatory bowel diseases. സ്ട്രെസ് എന്തുണ്ടാക്കും, ഇവൻ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ എന്താ, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. സ്റ്റൊമക്കിന് ഭയങ്കര വേദന, ഭയങ്കര ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഒരു സ്പെസിഫിക് സ്ഥലം പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഒരു വേദന ഉണ്ടാകുന്നു, അൾസർ ഉണ്ടാകുന്നു. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്താണ്, ചില ആൾക്കാർക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ ലൂസ് മോഷൻ വരുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ സ്ട്രെസ് എന്താക്കും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ദ ആക്ടിവേഷൻ, ഒരു മിനിറ്റ്, the activation of sympathetic nervous system during stress can lead to excess production of stomach acid contributing to ulcers. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാകും, നമ്മുടെ നെർവസ് സിസ്റ്റം എന്താകുന്നുണ്ട്, ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷനിൽ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് എന്തുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ബോഡി സ്റ്റൊമക്കില് കുറെ ആസിഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമുക്ക് അൾസേഴ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ട്രെസ് ഈസ് എ ഫാക്ടർ ഇൻ ഡെവലപ്മെന്റ് ഓഫ് ആസ്മ ആൻഡ് മൈഗ്രെയിൻ. സ്ട്രെസ് എന്താണ്, ആസ്മ ഉണ്ടാവാനും അതേപോലെ മൈഗ്രെയിൻ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. ഇതൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഈ എക്സാം ആകുമ്പോ തലേ ദിവസം വരെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എക്സാമിന്റെ തലേ ദിവസം വരാറില്ലേ, ഹെഡ് ഏക്ക് വരുന്നു. ഈ എക്സാം ഒക്കെ ആയി കഴിഞ്ഞാൽ മൈഗ്രെയിന്റെ സീസൺ ആണ്. അതേപോലെ നമുക്ക് എന്താ വയറിന് ബുദ്ധിമുട്ട് വരിക, ലൂസ് മോഷൻ വരിക. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി കേട്ടോ. ഇറ്റ് ക്യാൻ ലീഡ് ടു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ആസ്മ ഡ്യൂ ടു bronchial airway blockage and cause migraines characterized by prolonged headache. എന്താ പറയണേ, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രീത്ത് ചെയ്യണേൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും അത് ആസ്മയിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ഏക്കുകൾ, മൈഗ്രെയിൻ പോലത്തെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഹെഡ് ഏക്കുകൾ ഉണ്ടാക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അഡീഷണലി പ്രൊലോങ്ഡ് സ്ട്രെസ് മേ even increase the risk of cancer and negatively impact the immune system. എന്താണ്, പ്രൊലോങ്ഡ് ആയിട്ട് കുറെ നാളായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ സ്ട്രെസ് ആവാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവൻ ക്യാൻസർ വരെ ഉണ്ടാക്കാനും അതേപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ബ്രേക്ക് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇമ്പാക്ട്, നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഹെൽത്ത് എങ്ങനെയാണ്, നമ്മുടെ സ്ട്രെസ് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കണേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. ഈ സ്ട്രെസ് എന്ന് നമ്മുടെ ഈ പേപ്പർ വളരെ നല്ല പേപ്പറാണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഇരിക്കണേ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഓരോ സിറ്റുവേഷനിൽ സ്ട്രെസ്ഫുൾ ആവും. ചിലപ്പോ ഞാൻ ആവണേന് വേറൊരാളാവുന്നില്ല, ചിലപ്പോ വേറൊരാളാവണേന് ഞാൻ ആവുന്നില്ല. പക്ഷെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് നാളേക്ക് ആവശ്യമുള്ള രീതിയിൽ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഞാൻ എന്തൊക്കെയാ ചെയ്യാറ്, എനിക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെ മാറ്റം വരാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ഉപ്പ, എന്റെ ഹസ്ബൻഡ്, എന്റെ വൈഫ് സ്ട്രെസ്ഡ് ആകുമ്പോൾ എന്തൊക്കെയാണ് വരാറ്, ഇത് എന്തിലേക്കൊക്കെ ലീഡ് ചെയ്യാം എന്ന് വെച്ച് ഇത് കേട്ടിട്ട് സ്ട്രെസ് ഉള്ള ആൾക്കാർ സ്ട്രെസ് ആവണ്ട കേട്ടോ. അതായത് ഈശ്വര എനിക്ക് ക്യാൻസർ വരുമോ, എനിക്ക് എപ്പോഴും ഭയങ്കര സ്ട്രെസ് ആണ്, അങ്ങനെ വിചാരിക്കണ്ട. ഈ സിംറ്റംസ് ഒക്കെ, ഈ ട്രേറ്റുകളൊക്കെ, നമ്മൾ ഈ സൈക്കോളജി സ്റ്റുഡൻസ് ആണല്ലോ, ഈ സൈക്കോളജിയിൽ പഠിക്കുന്ന മിക്ക ഡിസോർഡറിന്റെ ട്രേറ്റ് ആർക്കുണ്ട്, നമുക്കുണ്ടാവും. അപ്പൊ നമുക്ക് ഒബ്വിയസ് ആയിട്ട് എന്ത് തോന്നും, അയ്യോ എനിക്ക് ഇതുണ്ടോ, അയ്യോ എനിക്ക് ഈ അസുഖമാണോ എന്ന് തോന്നും. പക്ഷേ ഈ ട്രൈറ്റുകളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ, അതായത് നമ്മുടെ ജോലിയെ, പഠനത്തെ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ, നമ്മുടെ റിലേഷൻഷിപ്പുകളെ ഒക്കെ എപ്പോ ബാധിച്ചു കൊടുക്കുന്നു അപ്പോഴേ അത് ഡിസോർഡർ ആവുന്നുള്ളൂ. അപ്പൊ ഇത് കേട്ട് വീണ്ടും സ്ട്രെസ് ആവണ്ട, പക്ഷെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അതല്ലെങ്കിൽ ഓരോന്നിനെയും ഇത് കഴിഞ്ഞിട്ട് കുറെ ഡൊമൈൻസ് ഉണ്ട്, കൂടുതലായിട്ട് ചോദിച്ചെങ്ങനെ ഹെൽത്ത് ആണേ ഉള്ളൂ, അതെങ്ങനെ ബാധിക്കുന്നു എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മാക്സിമം എന്ത് ചെയ്യുക, ഓരോരോ പോയിന്റ് ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് എഴുതാനായിട്ട്. ക്ലിയർ ആണോ? ഇത്രയും ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മുടെ ക്ലാസ് പോകുമ്പോൾ 4 മൊഡ്യൂളാണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് റിവ്യൂ എന്തെങ്കിലും പറയാമോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ് വേറെ ഏതോ സബ്ജക്റ്റിന് ഉണ്ട്, അതിൽ കയറുന്ന ആൾക്കാർ കയറുമ്പോഴും ബാക്കി ക്ലാസ്സസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.